സൗഹൃദമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ഏറ്റവും നല്ല ഗുണം. എന്നാൽ മിക്ക ഭർത്താക്കന്മാർ ശ്രദ്ധിക്കാതിരിക്കുകയും ഭാര്യമാർ അവരിൽ ഏറ്റവും വെറുക്കുകയും ചെയ്യുന്നത് എന്താണ്? പ്രിയതമൻ എന്നൊരു സങ്കല്പത്തിൽ നിന്ന് മാറി എന്തൊരു വൃത്തികെട്ട മനുഷ്യനെയാണ് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത് എന്ന് ഭാര്യമാരെ തോന്നിപ്പിക്കാൻ കാരണമാകുന്ന ചില ശീലങ്ങളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന ശീലങ്ങളുണ്ടെങ്കിൽ ഭാര്യമാർ തീർച്ചയായും ഭർത്താക്കന്മാരെ വെറുത്തിരിക്കും. ഒന്നാമത്തെ കാര്യമാണ്, ഇന്ത്യയിലെ ഭർത്താക്കന്മാരുടെ സാധാരണമായ സ്വഭാവമാണ് കുളി കഴിഞ്ഞാൽ അവർ ഒരിക്കലും ടവൽ ബാൽക്കണിയിൽ ഉണങ്ങാനായി വിരിച്ചിടില്ല എന്നത്. പകരം ബെഡിലാവും ഉപേക്ഷിക്കുക. ബെഡ് നനയുമെന്ന് മാത്രമല്ല, അതിഥികൾക്ക് അരോചകമായ കാഴ്ചയുമായിരിക്കും ഇത്. ഭാര്യമാർ പറയുന്നത് ശ്രദ്ധിക്കാത്ത ഇത്തരക്കാർ ടവൽ ഭാര്യമാർ ഉണക്കണമെന്ന് വിചാരിക്കും. രണ്ടാമത്തെ കാര്യമാണ്, ആഴ്ച അവസാനത്തെ അവധി ദിനങ്ങളിൽ ചില ഭർത്താക്കന്മാർ ഉറക്കത്തിന് വേണ്ടി മാറ്റിവെക്കും. കിടക്കയിൽ തന്നെ ചായ കുടിയും ഭക്ഷണം കഴിക്കലും ഒക്കെയായി ഒരു കിടപ്പ് രോഗിയെ പോലെ അവർ ദിവസം കഴിച്ചുകൂട്ടും. ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന ടിവിയിൽ വാർത്തയോ ക്രിക്കറ്റോ ആവും പതിവ് കാഴ്ച. അവരോട് കുളിക്കാൻ ആവശ്യപ്പെട്ടാൽ ആ ദിവസം നശിപ്പിച്ചെന്നാവും അവരുടെ പരാതി. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന് വേണ്ടിയാവും നിങ്ങളെ വിവാഹം ചെയ്തതെന്നാവും ആദ്യം ഭർത്താവ് പറഞ്ഞിരിക്കുക. എന്നാൽ വിവാഹത്തോടെ അതൊക്കെ പഴങ്കഥയാവും. TV കാണുക, ഫോൺ നോക്കുക, ഭക്ഷണത്തിന് മുമ്പ് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട് എന്ന് പറയുക തുടങ്ങിയവയൊക്കെയാവും അവരുടെ പ്രിയപ്പെട്ട പരിപാടികൾ. ഭക്ഷണം വിളമ്പി വെച്ചതും തടുത്താലും അവർ ശ്രദ്ധ കാണിക്കില്ല. പല സ്ത്രീകളുടെയും ഒരു ആഗ്രഹമാണ് സ്വന്തം ഭർത്താവ് സുന്ദരനായി നടക്കണം എന്നുള്ളത്. എന്നാൽ ചില ദാമ്പത്യ ബന്ധങ്ങളിൽ കാണുന്നത് സ്ത്രീകൾ ധരിച്ചു വെച്ചിരിക്കുന്നതിലും നേർവിപരീതമായിരിക്കും. എന്നും മുഖം മിനുക്കി നടക്കുന്ന ഒരു ഭർത്താവിനെയാണ് മനസ്സിൽ കണ്ടത് എങ്കിലും യഥാർത്ഥത്തിൽ ആഴ്ച അവസാനം അവധി ദിവസങ്ങളിൽ പോലും അത്തരം ഒരു ശീലമില്ലാത്ത ആളാവും ഭർത്താവ്. പൊതുവെ ഭർത്താക്കന്മാർ ഇത്തരം ദിവസങ്ങളിൽ അലസരായിരിക്കും. ഭാര്യയും ഭർത്താവും വീട്ടിൽ തന്നെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിലും അണിഞ്ഞൊരുങ്ങേണ്ട പ്രത്യേക സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടാവുകയുമില്ല. അഞ്ചാമത്തെ കാര്യമാണ്, മിക്കവാറും എല്ലാ ഭർത്താക്കന്മാരും തങ്ങളുടെ സാധനങ്ങളൊക്കെ വളരെ ക്രമമായും കൃത്യമായും സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. എന്നാൽ അത് അവർ സ്വയം ചെയ്യില്ല. ഇതെല്ലാം തങ്ങളുടെ ഭാര്യമാർ ചെയ്തു നൽകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തങ്ങൾക്ക് ആവശ്യമായതൊന്നും കണ്ടെത്താൻ അവർക്ക് സാധിക്കില്ല. ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ഷർട്ട്, ഷൂസ്, സോക്സ് തുടങ്ങിയവയെല്ലാം അവർക്ക് എത്തിച്ചു നൽകണം. അഥവാ അവയെല്ലാം യഥാസ്ഥാനങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാലും അവയൊന്നും അവർ ഓർമ്മിക്കുകയോ കണ്ടെത്താൻ ശ്രമിക്കുകയോ ഇല്ല. ആറാമത്തെ കാര്യമാണ്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പുരുഷന്മാർക്കും ഒഴിവാക്കാനാവാത്ത രണ്ട് കാര്യങ്ങളാണ് പ്രഭാതത്തിലെ പത്രം വായനയും പുകവലിയും. മിക്കവാറും തങ്ങൾക്ക് സൗകര്യമായി ഇരിക്കാവുന്ന ബാത്റൂമിലാവും അവരുടെ പുകവലി. ഏറെ സമയം ചെലവഴിച്ച ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ രൂക്ഷഗന്ധം മൂലം മറ്റുള്ളവർക്ക് അവിടേക്കുള്ള പ്രവേശനം തന്നെ പ്രയാസമായിരിക്കും. ഇത് ഏറെ സ്ത്രീകളും വെറുക്കുന്ന ഒന്നാണ്. ഏഴാമത്തെ കാര്യമാണ്, പലപ്പോഴും ഭർത്താക്കന്മാരുടെ കൂർക്കം വലിയുടെ ബഹളം മൂലം ഭാര്യമാർക്ക് ഉറക്കം സുഖകരമാകില്ല. പക്ഷേ രാവിലെ ഭർത്താക്കന്മാർ ഉണർന്നു കിടക്കാൻ മതിയായ സ്ഥലം കിട്ടാഞ്ഞതിനാൽ രാത്രിയിൽ ഉറക്കം ശരിയായില്ല എന്നാവും പരാതിപ്പെടുക. ഇത്തരം ഭർത്താക്കന്മാരെ സ്ത്രീകൾ ഏറെ വെറുക്കും. വീട്ടിലെ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും TV കാണുമ്പോഴും ഓഫീസ് ജോലി ചെയ്യുമ്പോഴും കിടക്കയിലിരുന്നാവും ലഘുഭക്ഷണം കഴിക്കൽ. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ മറന്നാവും അവർ പ്രവർത്തനങ്ങളിൽ മുഴുകുക. ഭക്ഷണം കിടക്കയിൽ വീഴ്ത്തുകയും ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കാനായി ആവശ്യപ്പെട്ടാൽ ഒരു പരിഹാസ ചിരി ചിരിക്കുകയും ചെയ്യും. ഭാര്യമാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതേ കിടക്കയിൽ തന്നെ കിടന്നവർ ഉറങ്ങുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഭർത്താക്കന്മാരെ സ്ത്രീകൾക്ക് വളരെ വെറുപ്പാണ്.